Okay, next we are moving on to bonded warehouses. Bonded warehouses mainly focusing on international trades. Okay, ഒരു one country to another. ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ടേം അവിടെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബോണ്ടഡ് വെയർഹൗസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവിടെ വരുന്നത് ബോണ്ടഡ് വെയർഹൗസിൻ്റെ ഓണർഷിപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ കസ്റ്റംസ് ക്ലിയറൻസ് അതുപോലെ പ്രൊഡക്റ്റ് കൺസോളിഡേഷൻ, ഡീകൺസോളിഡേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബോണ്ടഡ് വെയർഹൗസസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടീസ് പേ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലോങ് ടേം ഷോർട്ട് ടേം സ്റ്റോറേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബോണ്ടഡ് വെയർഹൗസസ് ത്രൂ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വെയർഹൗസസ് അല്ലെങ്കിൽ അത്തരം CFS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോണ്ടഡ് വെയർഹൗസസ് അങ്ങനെയൊക്കെ വരുമ്പോൾ താരിഫിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് കസ്റ്റംസ് ക്ലിയറൻസ് നടത്താൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് ഏരിയയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെയർഹൗസ് ആയിരിക്കും ഇവിടെ വരുന്നത് ബോണ്ടഡ് വെയർഹൗസസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടിയാണ് അവിടെ വരുന്നത് ഒരു ബോണ്ടഡ് വെയർഹൗസിൽ വരുന്നത്. ഏറ്റവും ഐഡിയൽ ഫോർ എന്തിനു വേണ്ടിയിട്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ പല സോഴ്സിലുള്ള എക്സ്പോർട്ട് ചെയ്യേണ്ട ഗുഡ്സ് ബോണ്ടഡ് വെയർഹൗസിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്റ്റോർ ചെയ്യാനും പിന്നെ അത് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഔട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ട് വരുന്നതും എന്താണ്, പോർട്ട് ചെയ്യുന്ന അത് ഇപ്പോൾ അതൊരു LCL കാർഗോ ആണെങ്കിൽ എവിടെ വരാം, ബോണ്ടഡ് വെയർഹൗസസിലൊക്കെ വന്നിട്ട് അത് എന്ത് ചെയ്യാം, അത് ഡീകൺസോളിഡേറ്റ് ചെയ്തിട്ട് അത് ഫർദർ നടപടികൾ അല്ലെങ്കിൽ ഏതാണോ ഇൻഡിവിജ്വൽ ആളുകൾ ആർക്കൊക്കെയാണ് പോകേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോണ്ടഡ് വെയർഹൗസസ് ത്രൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിന് ഐഡിയലായിട്ടുള്ള വെയർഹൗസസ് ആണ് അവിടെ വരുന്നത്. മെയിനായിട്ട് ക്ലിയറൻസ്, പിന്നെ ഇപ്പോൾ ലോങ് ടേം ഷോർട്ട് ടേം ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നമുക്ക് ഡീകൺസോളിഡേഷൻ പോലുള്ള ആ ഒരു വളരെ വൈറ്റലായിട്ടുള്ളൊരു റോൾ അവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വരുന്ന റോൾ നമുക്കവിടെ ബോണ്ടഡ് വെയർഹൗസസ് ത്രൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഗവൺമെൻറ് വെയർഹൗസസ്. ഗവൺമെൻറ് വെയർഹൗസസ് ലൈക്ക് അതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ മറ്റ് പബ്ലിക് വെയർഹൗസ് പറഞ്ഞു നമ്മൾ നേരത്തെ, പബ്ലിക് വെയർഹൗസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എന്തായിരിക്കുള്ളൂ, സെക്യൂരിറ്റി കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇവിടെ വരുന്നത് ഗവൺമെൻറ് വെയർഹൗസസിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇവിടെ വരുന്നത്. ഗവൺമെൻറ് വെയർഹൗസസ് ത്രൂ സർവീസ് സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാവുന്നത്. ഓക്കെ, പിന്നെ മെയിൻലി ഗവൺമെൻറ് വെയർഹൗസസ് നമുക്കിപ്പോൾ KSWC എന്ന് പറയും, കേരള സ്റ്റേറ്റ് വെയർഹൗസ് കോർപ്പറേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈവൻ റേഷൻസ് അതുപോലെയുള്ള റേഷൻ കട അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്ലൈസ് എവിടെയൊക്കെ ഉണ്ടോ അങ്ങോട്ടേക്കുള്ള ഇൻവെൻട്രി ആണ് ഇവിടെ വരുന്നത് ഗവൺമെൻറ് വെയർഹൗസസ് ത്രൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. ഓക്കെ, അത് സ്റ്റോർ ചെയ്യുന്നത്, അത് പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ആ ഒരു കൈൻഡ് ഓഫ് പെർപ്പസസ് ആണ് ഗവൺമെൻറ് വെയർഹൗസസ് ത്രൂ ചെയ്യുന്നത് മെയിനായിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. നമ്മൾ ഷോർട്ടാക്കി DC എന്ന് പറയും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഏറ്റവും നമ്പേഴ്സിൽ വളരെയധികം ഇൻക്രീസിങ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് വെയർഹൗസ് ആണ് പറയുന്നത് DCs എന്ന് പറയുന്നത്, അല്ലേ? ഇ-കൊമേഴ്സ് സൈറ്റുകൾ, ഇ-കൊമേഴ്സ് സ്റ്റോറുകൾ, ഇവരുടെയൊക്കെ ആ ഒരു സപ്ലൈ ഫുൾഫിൽ ചെയ്യാനാണ് മെയിനായിട്ട് വരുന്നത് DCs വരുന്നത്. അവരുടെ മാത്രമല്ല, നമ്മുടെ ഈവൻ റിലയൻസ്, ആദിത്യ ബിർള, അവരുടെയൊക്കെ സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഇവിടെ ഈ കൈൻഡ് ഓഫ് വലിയ ലുലു, ഈ വലിയ സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഇങ്ങോട്ടേക്കുള്ള സപ്ലൈസ് വരുന്നത് അവരുടെ DC എന്നായിരിക്കുള്ളൂ. ഓക്കെ, അവരുടെ ആ ഒരു വെയർഹൗസാണ് DC എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം, ഹൈപ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു സ്റ്റോറുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കാണാൻ പറ്റും, അല്ലേ? ലോകത്തുള്ള പല പ്രൊഡക്റ്റുകളും കമ്പനീസ്, ബ്രാൻഡ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ എല്ലാ വെറൈറ്റി ബ്രാൻഡ്സും എങ്ങോട്ട് വരുന്നത്, ഈ ഒരു സ്റ്റോറിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ? ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ എല്ലാ വശവും പറയാൻ സമയമില്ല. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് എന്താണ് ഈവൻ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നതായിരിക്കും അത് അവരുടെ ഓതറൈസ്ഡ് കമ്പനി, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടീസ്, സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, ഇവരെയൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഇത്തരം
ലുലു പോലെയുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഈവൻ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC അങ്ങനെ പല മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വിൽക്കുന്ന ബ്രാൻഡുകളുടെ കയ്യിൽ നിന്നും ഇവരെന്ത് ചെയ്യും, ഒരു പോയിന്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആദ്യം കൺസോളിഡേറ്റ് ചെയ്യിക്കുന്നു. അതായത് എല്ലാം കൂടി ഇവിടെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആവശ്യാനുസരണം നമ്മളുടെ എത്ര ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്സ് ആണോ വരുന്നത് അങ്ങോട്ടേക്കൊക്കെ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പസാണ് DC വരുന്നത്. ഇനി സെയിം തന്നെ കൊമേഴ്സിൻ്റെ കാര്യത്തിലും, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതുപോലെ തന്നെ പല സെല്ലർമാരുടെ കയ്യിൽ നിന്നും പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള DCസിലേക്ക് എത്തിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, മറ്റേ ബാംഗ്ലൂർ അവിടെയൊക്കെ ആയിട്ട്, ചെന്നൈയിലൊക്കെ ആയിട്ട് ഇവരുടെ മദർ വെയർ ഹൗസസ് ഒക്കെ വരുന്നുണ്ട്, ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ. ഇപ്പോൾ കേരളത്തിലും പയ്യെ വലിയ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട് ഓഫ്കോഴ്സ്. അപ്പോൾ അങ്ങനെ എവിടെ നിന്നാണോ നമുക്കിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ കാണാൻ പറ്റില്ല, നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഇവിടെയാണുള്ളത്, ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ട്രാക്കിംഗ്, ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ എവിടെ നിന്നാണോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു വെയർ ഹൗസിലായിരിക്കും അൾട്ടിമേറ്റ്ലി ആ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഓതറൈസ്ഡ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഓർഡർ പ്ലേസ് ആയതിനു ശേഷം ഇവിടെ ഈ ഒരു DCന്നായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പ്രൊഡക്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഫെർദർ ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി അവിടെ നിന്നായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. അതിൻ്റെ ഇടയിൽ DCസിന്ന് വേറെ നമുക്ക് ഹബ്സിലോട്ട് വരാം, മേ ബി സ്പോക്കിലോട്ടൊക്കെ വരാം. അങ്ങനെ അത് സോർട്ടേഷൻ സംഭവിച്ചിട്ടാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസാണ് എന്ത് വരുന്നത്, DCസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതാണ് മെയിനായിട്ട് വരുന്ന കൈൻഡ് ഓഫ് ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നമുക്ക് വേറെ കുറച്ചുകൂടി വെയർ ഹൗസസ് ടൈപ്സ് വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് സ്മാർട്ട് വെയർ ഹൗസസ്. സ്മാർട്ട് വെയർ ഹൗസസ് എന്ന് പറഞ്ഞാൽ ഒരു വെയർ ഹൗസസ് ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അവിടെ റോബോട്ടിക്സ് ഉണ്ട്, AI കൺട്രോൾഡ് സിസ്റ്റംസ് ഉണ്ട്, AI ഇൻ്റഗ്രേഷൻസ് നടക്കുന്നുണ്ട്, IoT വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വെയർ ഹൗസസ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള വെയർ ഹൗസസ്, അവരെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓട്ടോമേറ്റഡ് സ്മാർട്ട് വെയർ ഹൗസസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അവിടെ ബാർകോഡിങ് സിസ്റ്റത്തിന് RFIDs ഉണ്ടാവും, ചിപ്പ്, അതുപോലെ ബാർകോഡ് റീഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റോബോട്ട്സ് ഉണ്ടാവും. ദെൻ ASRS പോലുള്ള സിസ്റ്റംസ്, ASRS ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റംസ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന വെയർ ഹൗസസ് ഒക്കെ നമുക്കുണ്ട്. ഇന്ത്യയിൽ അത്ര ഡെവലപ്ഡ് അല്ല, അറിയാലോ. പുറത്ത് മീൻസ് ഒരു നിങ്ങളിപ്പോൾ 1 to 6 പാർട്ടി ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഈ 6th പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കുള്ളൂ. അവരുടെ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഈ സ്മാർട്ട് വെയർ ഹൗസസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് 6th പാർട്ടിയുടെ ഒക്കെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സ്മാർട്ട് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു വെയർ ഹൗസ്. അവിടെ AI ഇൻ്റഗ്രേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാവും, റോബോട്ടിക്സ് ഉണ്ടാവും. ഓക്കെ, ബാർകോഡ് റീഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മെഷീൻസും റോബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. RFIDs യൂസ് ചെയ്യുന്നുണ്ടാവും, ASRS സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ അത്തരം വെയർ ഹൗസസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്മാർട്ട് വെയർ ഹൗസ് എന്നുള്ള കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസസ്. കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസസും എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ആ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ എന്താണ്, നമുക്ക് പെരിഷബിൾ ആയിട്ടുള്ള മെയിൻലി ഫിഷ്, മീറ്റ് ഐറ്റംസ്. ഫിഷും പ്രോബബ്ലി നമുക്ക് കുറച്ചധികം സിമിലർ ആയിരിക്കും. ഇപ്പോൾ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അധികം സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫിഷ്. ഈ ഫിഷിൻ്റെ എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ബൾക്കായിട്ടുള്ള സ്റ്റോറിങ് ഒക്കെ നമുക്ക് എവിടെ നടക്കുന്നത്, കോൾഡ് സ്റ്റോറേജസിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് കോൾഡ് സ്റ്റോറേജ് വരുന്നത്.